ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു? മണി പ്രോബ്ലം മറ്റും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. പക്ഷെ ഇപ്പൊ എങ്ങോട്ടാ? ആശാന്റെ മോൾ കവിതയ്ക്ക് അല്ല CD കടയിൽ പോയി നല്ലൊരു കവിത സെലക്ട് ചെയ്യണം നാടകത്തിന്. പ്ലീസ് വെയിറ്റ്. മോനെ വൃത്തിയായിട്ട് വിളിച്ചു പറയുന്നോടാ. രാമൻകുട്ടി ചേട്ടനെ കണ്ടതും പരിചയപ്പെട്ടതും ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ മോള് പോലീസാ, പൂജ. പോലീസുകാരെല്ലാരും ഒരുമിച്ചാണല്ലോ കിടപ്പ്. അവർക്ക് അരി വെച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാ. പിന്നെ മോളെ പിരിഞ്ഞിരിക്കാനും വയ്യ. ഓ, പോലീസ് സ്റ്റേഷനിലേക്ക് ചായ കൊടുക്കുന്നത് ഞാനാ. അയ്യോ, അപ്പൊ നമുക്കിനി എന്നും കണ്ടുമുട്ടാം. ഓ, തീർച്ചയായിട്ടും. ഇവിടെ SP ഒക്കെ ഉണ്ട്. ഇനി നിന്നെ ഞാൻ പൂജ സാറെന്ന് വിളിക്കേണ്ടി വരുമോ? ഒന്ന് മിണ്ടാതിരുന്നേ. ഈ പെൺപോലീസ് എല്ലാം കൂടി എങ്ങോട്ടാ പോകുന്നത്? നിന്റെയൊക്കെ മാഡം അവിടെ. നിങ്ങളാരാ? ഓ, ആരാണെന്ന് അറിഞ്ഞാലേ നീയൊക്കെ പറയൂ അല്ലേ? എന്നാ കേട്ടോ, നിന്റെയൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉള്ളവർ എവിടെയൊക്കെ ജോലി ചെയ്യണം, അവരുടെയൊക്കെ നക്ഷത്രങ്ങൾ എത്ര കൂട്ടണം എന്ന് തീരുമാനിക്കുന്ന ഒരു വലിയ തമ്പുരാന്റെ കൊച്ചനുജനാണ് ഞാൻ. മനസ്സിലായോ? മനസ്സിലായില്ലേ? ആഭ്യന്തരമന്ത്രിയുടെ അനിയനാ രോഹിത് ഷൈൻ. ആ വണ്ടി വിട്ടുതരാൻ പറയാനാ. മാഡം പിടിച്ചു വെച്ചിരിക്കുന്ന ആ വണ്ടിയും മറ്റും ആര് വന്നാലും വിട്ടുകൊടുക്കരുതെന്ന ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ. പിന്നെ ആ വണ്ടിന്ന് പിടിച്ചെടുത്ത ഗ്രാസും മദിരാശിയും മറ്റല്ല നാറിയ കേസാ സാർ. എന്നോട് കേസ് നാറിയതാണോ മണത്തതാണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ നിന്റെ മാഡത്തിനോട് പറ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണോന്ന്. ഓട്ടെ. നീ SP ഓഫീസിൽ പോയി വഴക്കുണ്ടാക്കിയെന്ന് അവർ വിളിച്ച് പറഞ്ഞല്ലോ. ചേട്ടാ, അതിപ്പോ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ പിടിച്ചു വെച്ചാ പിന്നെ ഞാൻ കൈ കെട്ടി നോക്കിക്കണോ? ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് 5 കൊല്ലം തികച്ചു ഭരിച്ചോട്ടെ എന്റെ അനിയ. അതിനിടയിൽ നീ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൂടി സോൾവ് ചെയ്യാൻ എനിക്ക് ടൈമില്ല. പറഞ്ഞേക്കാം. ഇനി മറ്റവന്മാരുടെ ഒരു സ്വർണ്ണച്ചേനുണ്ട്. നീ പേടിക്കണ്ട, അങ്ങനെ അതൊക്കെ പറയും. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും, അത്ര. ഹലോ. നമ്മള് ചിരിച്ചപ്പോ നിങ്ങൾ എന്താ ചിരിക്കാത്തെ? അല്ല, നിങ്ങള് ചിരിച്ചാർന്നാ? ഈ പറഞ്ഞിട്ട് മൂടിയാർന്ന മുഖം കാണാൻ മേല. നമ്മള് നിറയെ നിങ്ങളെ കണ്ടിട്ടുണ്ട്. എവിടെ? മൈമുണ്ണിന്നല്ലേ പേര്? അതെ, മാറ്റണോ? എന്തിനാ അടുത്ത് വരുന്നത്? അപ്പൊ മാറ്റണോ അല്ലേ? പോലീസല്ലേ? ഡ്രൈവറാ. പേര് ജമീല. ജലീമ അല്ല, ജമീല. നല്ല പേര്. ജമീല ബേഡ്സ് മൈമുണ്ണി. ഹായ്. ഹായ്. ഞാൻ കാത്തിരിക്കായിരുന്നു. എന്താണ് പ്രത്യേകിച്ച്? ശല്ലി, ഇവന്മാരിന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ എന്താടാ നോക്കി പേടിപ്പിക്കുന്നോ? നിനക്കൊക്കെ വെച്ചിട്ടുണ്ട്. താങ്ക് യു. ഇവിടെ വച്ചതാണല്ലോ. ഇതെവിടെ? ഈശ്വരാ, കിട്ടി. സന്താന കാര്യങ്ങളിൽ അല്പം ക്ലേശം അനുഭവിക്കാൻ ഇടയുണ്ട്. അനാവശ്യമായ കോപം, എടുത്തുചാട്ടം ഇവ നിയന്ത്രിക്കണം. പരിഹരിക്കാം. പക്ഷേ ദാമ്പത്യം സൗഭാഗ്യസുന്ദരമായി തീരും. ഭാവി വരൻ കറുത്ത പ്രകൃതക്കാരനും വെളുത്ത മനസ്സുള്ളവനും ധനുക്കൂറിൽ ഭരണി ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവനുമായിരിക്കും. ആള് തസ്കരനുമായിരിക്കും. തസ്കരനോ? പോലീസുകാരിയായി എനിക്ക് കള്ളനായിരിക്കോ വരനാകാൻ പോകുന്നത്? ആണെങ്കി ആവട്ടെ സാർ. ഒപ്പിടാൻ
നിക്ക്. അയ്യോ ഞാനല്ല അത് ചെയ്തത്. ആ, ഏത് ചെയ്തത്? പോലീസുകാരല്ലേ, ഏതെങ്കിലും കുറ്റം കേൾക്കാൻ പറയുമെന്ന് പേടിച്ചിട്ടാ. പേടിക്കണ്ട, പേടി മാറി. എന്താ പേര്? ഗോവിന്ദൻകുട്ടി. നാള് ഭരണി. ഭരണിയോ? അയ്യോ അത്ര വലിയ ഭരണിയല്ല, ചെറിയ ഭരണി. ധനുക്കൂറ. ആദ്യത്തെ 15 നാഴികയിലാ ജനനം. ഈശ്വരാ, തസ്കരനാണല്ലേ? സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനൊക്കെ വിളിക്കുന്നു, അത്രേ ഉള്ളൂ. പോട്ടെ. പോയിക്കോ. അയ്യോ, ഇതെന്താ ഇങ്ങനെ? ശാലിനി ഗോവിന്ദൻകുട്ടി, നല്ല ചേർച്ച. ഗോവിന്ദൻകുട്ടി ഒരു കള്ളനല്ല, എന്റെ ഹൃദയം കവർന്ന ചോരനാണ്. ഒരു വെള്ള താമരമുട്ട് എന്റെ പ്രണയസഖിയായി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ എണ്ണക്കറുപ്പിന് 7 അഴകാ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ട. പള്ളിപ്പാലകൾ പൂക്കുമ്പോൾ ഞാനൊരു ഗന്ധർവനും നീ ഒരു യക്ഷിയുമായി വരും. ഗന്ധർവനും യക്ഷിയും പിന്നെ ഞാനും. വരുന്നുണ്ട്. മണി, കാക്കിയില്ലാത്ത വർഷയെ കാണാൻ എന്തൊരു ഭംഗി. എന്നെ കളിയാക്കൊന്നും വേണ്ട. ചേടാ, ഞാൻ എന്ത് പറഞ്ഞാലും വർഷ കളിയായിട്ടാ എടുക്കുന്നത്. എന്നാലേ ഇനി കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ പോവാം. അതെന്താണെന്ന് എനിക്കറിയാം. തൽക്കാലം മണി നാട്ടിലേക്ക് തിരിച്ചു പോയി എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്താൻ നോക്കണം. എന്നിട്ട് പറയുന്നതെല്ലാം ഞാൻ കേട്ടോളാം. അപ്പൊ എല്ലാ കാര്യം മനസ്സിലായി. എന്നാ പിന്നെ എന്റെ പൊന്നുമോൻ ചെല്ല്. ഈ സ്ഥലം അത്ര ശരിയൊന്നുമല്ല കേട്ടോ. കാശ് ചോദിക്കാന്ന് വിചാരിച്ചപ്പോ അത് നടന്നില്ല. ഹലോ, ആ സ്വാമി, ശരി ഞങ്ങളെത്താം. ആക്ച്വലി മാഡം, ഐ കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നമ്മളൊരു കറക്റ്റ് വേയിലൂടെ അല്ലെങ്കിൽ അതങ്ങനെ പ്രാക്ടിക്കൽ ആവും. അവിടെ വരെ പോകാം. അതെ, എവിടെ കായാലും ചായ കുടിച്ചിട്ട് പോയാ മതി. താങ്ക് യു. താങ്ക് യു. രാമൻകുട്ടിയേട്ടൻ ഇനിയും റിട്ടയർ ചെയ്യാറായില്ലേ? നമ്മുടെ സ്റ്റേഷനിലെ ആകെയുള്ള ഒരു അന്തരയല്ലേ രാമൻകുട്ടിയേട്ടൻ. രാമൻകുട്ടിയേട്ടൻ റിട്ടയർ ചെയ്താ നമുക്ക് എല്ലാവർക്കും സങ്കടാവില്ലേ? ജീവിതത്തിൽ ഇങ്ങനെ ഒരു റിട്ടയർമെന്റ് ദൈവം തമ്പുരാൻ തന്നിട്ട് പോലും പകച്ചിട്ടില്ല ഈ രാമൻകുട്ടി. പിന്നെയാണ് ഈ ജോലിയിൽ നിന്നുള്ള റിട്ടയർമെന്റ്. என்ன அவரை நம்ப முடியுமா? கண்டிப்பா நம்பலாம். அப்ப நம்ம பிளே சக்சஸ். വീണ്ടും പോലീസ്. ഹലോ, എന്തായി? തൽക്കാലം ഒരെണ്ണെ കൊണ്ടുവരുന്നുള്ളൂ, ബാക്കി അടുത്ത ആഴ്ച. ശരി, പെട്ടിക്ക് 9 ഹോൾ ഇടണം. ഹോളൊക്കെ ഇട്ടു, അതൊക്കെ അപരിചിതൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. പിന്നെ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് വന്നാൽ മതിയല്ലോ. അത് മതി, റിസപ്ഷനിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. ഉറപ്പായിട്ടും ക്യാഷ് ഉടനെ കിട്ടണം. ക്യാഷ് ഇവിടെ റെഡിയാണ്.